നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളെയും പൂർണ്ണമായും പടിവാതിലിൽ നിന്ന് പുറത്തടിച്ചുകൊണ്ട് ഇവിടെ മതം എന്നൊരു സാധനം ഇല്ല, ഇവിടെ ജാതി എന്നൊരു ഒരു കോൺസെപ്റ്റ് ഇല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ വളരെ പരമപ്രധാനമായ മനുഷ്യരാണ് എന്ന് CPM പറയുന്ന ഈ പ്രകടനപരതയോട് കൃത്യമായി വെല്ലുവിളി നടത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്. ഇന്ന് നമ്മളെ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലെങ്കിൽ അവൾക്ക് മതമുണ്ട്. അതെങ്ങനെയാണ് മതം ഉണ്ടാകുന്നത്? നിങ്ങളൊരു ബിലീവർ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, നിങ്ങളുടെ പേര് കൊണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കൊണ്ട്, നിങ്ങൾ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതത്തിൻ്റെ പേരിലായാലും ശരി, ജാതിയുടെ പേരിലായാലും ശരി. പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ഉപരിപ്ലവമായിട്ടാണ് നേരിടാൻ ശ്രമിക്കുന്നത്. ജാതി എന്നൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുമ്പോൾ, മതത്തിൻ്റെ പേരിൽ ആളുകൾ, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 2014 മുതൽക്ക് അങ്ങോട്ട് കൃത്യമായി നമുക്കറിയാം, RSSൻ്റെ BJPയുടെ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഒന്നാം ടാർഗറ്റ് ഇവിടെ മുസ്ലിങ്ങളാണ്, രണ്ടാം ടാർഗറ്റ് ക്രിസ്ത്യാനികളാണ്, പിന്നീട് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇങ്ങനെ എല്ലാവരും ഇവരുടെ ടാർഗറ്റാണ്. ആ ടാർഗറ്റ് ആവുന്ന സമയത്ത് അതിനെ നമ്മൾ കൃത്യമായി നേരിടാതെ, വിഷയം സ്പെസിഫിക്കായി നേരിടാതെ, ഇവിടെ മതമില്ല എന്ന് പറയുന്നത് ആ പ്രശ്നത്തിന് ആക്കം കൂട്ടുകയാണ്. അവിടെ നമ്മൾ കൃത്യമായി പറയുകയാണ്, ഇവിടെ വിശപ്പിന് പോലും മതവും ജാതിയുമുണ്ട്. വിശപ്പിന് പോലും മതവും ജാതിയും ഉള്ളതുകൊണ്ടാണ് മുസ്ലിമുകളുടെ വീടുകൾ മാത്രം തെരഞ്ഞ ബുൾഡോസറുകൾ ഉത്തരേന്ത്യയിൽ മുഴുവനായും വന്നുകൊണ്ടിരിക്കുന്നത്. വിശപ്പിന് ജാതി ഉള്ളതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സവർണ സംവരണം പാസ്സാവുമ്പോൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല, ഇതും സംവരണത്തിൻ്റെ ഭാഗമാണ് എന്ന ശുദ്ധ ഭോഷ്ക്ക് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ മുഖമടിച്ചിട്ടുള്ള അടിയാണ്. അതൊരു പ്രശ്നമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ മെറിറ്റിൽ ഇരുന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്താണ് പ്രശ്നം ബാധിക്കുന്നതെന്ന് തോന്നുന്നു.